ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കിടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്താ ആദ്യമേ ഈ സംഭവം വെച്ചേക്കുന്നതെന്നല്ലേ ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും വേറൊന്നുമല്ല, നമ്മുടെ ഫിൻലാൻഡിൽ മഞ്ഞ് പെയ്തു തുടങ്ങി. അപ്പോൾ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ? അപ്പം മഞ്ഞ് പെയ്ത ദിവസം എന്താണ് ഞങ്ങളുടെ രാവിലത്തെ പരിപാടി എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്ത് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നമ്മുടെ റെയിൽവേ പാളത്തിലെല്ലാം ഭയങ്കര മഞ്ഞ് പെയ്ത് പൊതിഞ്ഞ് കിടപ്പുണ്ട്. നമ്മുടെ ട്രെയിൻ വന്നു. അപ്പം ഞാനിനി ഇതിൽ കയറുക, സ്റ്റോപ്പിലിറങ്ങി നടക്കുന്ന വഴിക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ, നല്ല മഞ്ഞാണ്. അപ്പം വണ്ടി ഇങ്ങനെ വന്നിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ? പക്ഷേ രസമൊന്നുമില്ല, കാരണം പുതിയ മഞ്ഞല്ല, ഇത് ഇന്നലെ പെയ്ത മഞ്ഞാണേ. പിന്നെ കുറച്ച് വെള്ളവും മീൻസ് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആയിട്ടൊരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ കഥാനായകനെത്തി ബസ്. അപ്പോൾ ഇതിൽ കയറിയിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. ആകെപ്പാടെ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകാനുള്ളൂ. 2 മിനിറ്റ് ബസ്സിലും ബാക്കി മുഴുവൻ സമയവും നടത്തും. ഈ 2 മിനിറ്റ് ബസ് കയറാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ കയറി ഇപ്പുറ സ്റ്റോപ്പിൽ വന്നിട്ട് പിന്നെ ബസ് കയറുന്നത്. വട്ടല്ലേ, ഭയങ്കര വട്ട. പിന്നെ എന്താ ചെയ്യുക, നടന്നു പോകാനുള്ള മടി കൊണ്ട് കുറേ ദൂരം നടക്കണ്ടേ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നല്ല അടിപൊളിയായിട്ട് മഞ്ഞും മഴയും രണ്ടും കൂടി പെയ്യുന്നുണ്ട്. വണ്ടികളൊക്കെ അത്യാവശ്യം പതിയെയാണ് പോകുന്നത്, കാരണം തെന്നാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ഈ വണ്ടികളുടെയൊക്കെ ടയർ ഓൾറെഡി വിൻ്റർ ടയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിൻലാൻഡിൽ ഫൈനാണ്, പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ ഫൈനൊക്കെ കിട്ടും. അങ്ങനെയല്ല, എല്ലാവരും വിൻ്റർ ആവുന്ന സമയത്തേക്ക് ടയറൊക്കെ മാറ്റിയിട്ടാണ് ഓടിക്കാറുള്ളത്. അല്ലെങ്കിൽ ആക്സിഡൻസ് ഒക്കെ നടക്കാനുള്ള റേറ്റ് കൂടുതലായിരിക്കും, റിസ്കി എലമെൻറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട്. അപ്പം ഇതിപ്പം സമയം ഏകദേശം 6:50 ആയിട്ടേ ഉള്ളൂ. അപ്പം ഈ അവസ്ഥയിലാണ് നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇതുവരെ ഉദിച്ചിട്ടില്ല, അതറിയാലോ. ഇത് പാതിര സൂര്യൻ്റെ നാടെന്ന് പറയുമെങ്കിലും അത് സമ്മർ കാലത്താണ് പാതിര സൂര്യൻ, അല്ലെന്നുണ്ടെങ്കിൽ സൂര്യനേ ഇല്ല. പക്ഷെ നമുക്ക് ഹെൽസിങ്കിൽ അത്യാവശ്യം കുറച്ച് വെട്ടമൊക്കെ കിട്ടും കേട്ടോ. ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സൂര്യൻ ഉദിക്കും, പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അസ്തമിക്കും. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തി ഞാൻ ഇറങ്ങി നടക്കുന്ന വഴിക്ക് ഈ വഴികളിലെല്ലാം വന്നിട്ട് നമ്മുടെ ആ കുഞ്ഞൻ വണ്ടി ഉണ്ടല്ലോ, മഞ്ഞ് മാറ്റുന്നത്, അത് വന്നിട്ട് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം റോഡ് ഏതാ വഴി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ റിഫ്ലക്ടർ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്, കമ്പ് ഉണക്കത്തെ ഓറഞ്ച് കളറിലെ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പം ഭയങ്കര പാടാണ്. ഇവിടെ ക്ലീൻ ആക്കിയതുകൊണ്ട് നടക്കാൻ ഒരു ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇനി മഞ്ഞിലേക്ക് കയറുമ്പോഴത്തേക്കും ഒരുമാതിരി പൊതഞ്ഞ് പോകുന്ന കണക്കൊരു ഫീലല്ല, അങ്ങനെയാണ്, പൊതഞ്ഞ് പോവുക. കണ്ടോ, ഒരു വെള്ളവും ഐസിൻ്റെ വെള്ളവും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഈ ഭാഗം ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ല കേട്ടോ. ഈ പാലത്തേലോട്ട് കയറുമ്പോഴത്തേക്കും ചെറിയ സ്ലിപ്പറീസ് ആയിരുന്നു, മീൻസ് ചെറിയ തെന്നലുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നടക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. അപ്പം കുടയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഈ മഞ്ഞ് വീണ് മഞ്ഞ് മഴയും കൂടെ ഉള്ള പെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ കുട എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്ര കാര്യമായിട്ട് ഒത്തിരി അങ്ങ് നനഞ്ഞ് ഇതാവത്തില്ല. നമ്മുടെ നാട്ടിലെ പോണക്കുള്ള മഴയൊന്നുമല്ല, എന്നാൽ നല്ല രീതിയിൽ മഴയുണ്ട് താനും. അത്ര കാര്യമായിട്ട് നനയത്തില്ല കണ്ടോ. ഞാൻ കാണിക്കുന്നുണ്ടോ, എൻ്റെ കാല് പൊതഞ്ഞ് പോകുന്നത് കണ്ടോ. അപ്പം ഇതാണ് അവസ്ഥ. ഇനിയും ഇവിടെ മഞ്ഞ് മാറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, ഇവിടെ നമ്മുടെ മറ്റേ വണ്ടി വന്ന് കാണത്തില്ല. എന്തോ വരാത്തത്, വരുവാണെന്നുണ്ടെങ്കിൽ സെറ്റായതിന്. അങ്ങനത്തെ ഇത് കണ്ടോ, ഞാൻ നനഞ്ഞിട്ടൊന്നുമില്ല, ജാക്കറ്റിലാണ് ഫുള്ള് വെള്ളം വീഴുന്നത്. പക്ഷെ ചെറിയ തോതിൽ കൈയൊക്കെ മരയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കാടിൻ്റെ സ്ഥലമെത്തി കേട്ടോ, എപ്പോഴും പറയുന്ന സ്ഥലം. ഇനിയിപ്പം നമ്മൾ ഇവിടെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവിടെ വണ്ടി ഓൾറെഡി വന്ന് സെറ്റായിട്ട് നമ്മുടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ പേര് ഡ്യൂട്ടിക്ക് പോകുന്നവരും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരും ഒക്കെ എല്ലാവരും തന്നെ റിഫ്ലക്ടർ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടി മറന്നു, ഞാനും ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് റിഫ്ലക്ടർ, പിന്നെ ബാഗിലുണ്ട് റിഫ്ലക്ടർ. അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലമെത്തി. പക്ഷേ ഇവിടെയും ക്ലീൻ ആക്കിയിട്ടില്ല ഡിയേഴ്സ്. ഇവിടെ അതുപോലെ തന്നെ കിടക്കും. എനിക്ക് തോന്നുന്നത് ഈ പരിസരങ്ങളിൽ ജസ്റ്റ് മെയിൻ റോഡ് മാത്രമേ നമ്മുടെ വണ്ടി വന്ന് ക്ലീൻ ആക്കത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ ഇവിടെ താമസിക്കുന്ന ആരാണോ ഇവിടുത്തെ റെസിഡൻസ്, മീൻസ്
ഇവിടെ കുറേ പേര് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരാണ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കേണ്ടതെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വണ്ടി വന്നിട്ട് ഇതെല്ലാം ക്ലീൻ ആക്കി പോകേണ്ട സമയം കഴിഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ കാർ എത്ര രൂപയുടെ ആണെങ്കിലും മഞ്ഞത്തും വെയിലത്തും കിടക്കണമെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എല്ലാ വണ്ടിയും മഞ്ഞത്ത് തന്നെ. ഇതൊന്നും കയറ്റിയിടാൻ സ്ഥലമില്ലേ? കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ക്യാരവാൻ എല്ലാം കിടക്കുവാന്നേ. എന്ത് പണിയാണെന്നറിയാമോ ഈ മഞ്ഞൊന്ന് മാറ്റിയെടുത്തിട്ട് പിന്നെയും ഇത് എന്താണ് സെറ്റാക്കി വണ്ടി ഒന്ന് ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു വണ്ടി എടുക്കണമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ പണിസ്ഥലത്തെത്തി. പണി ചെയ്യാൻ പണിസ്ഥലം കണ്ടപ്പോൾ തന്നെ കുറച്ച് ആശ്വാസമായി. ഇനിയിപ്പം അത്യാവശ്യം തണുപ്പ് കൊള്ളണ്ടല്ലോ, അകത്ത് ഹീറ്റർ കാര്യങ്ങളുണ്ട്. ദേ ഇവരും ഭയങ്കര മടിയന്മാരെ. ഇവർ നമ്മൾ പൈസ വെച്ചിട്ട് വേണം ഇവിടെ ആൾക്കാരെ വെച്ചിട്ട് ക്ലീൻ ആക്കാനായിട്ട്. പക്ഷേ ഇവിടെ ആരും വന്നിട്ടില്ല DS ക്ലീൻ ആക്കാൻ. എന്താണ് എന്തോ ഭയങ്കര വൃത്തികേടല്ലേ കാണിക്കുന്നത്. ക്ലീൻ ആക്കാത്ത എന്താ ചോദിക്കണം. ചുമ്മാ ക്ലീൻ ആക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട്. അങ്ങനെ ദേ ഞാൻ എത്തി. നമ്മുടെ തുറക്കച്ചിശേ വാതിൽ തുറക്കം കൊട്ട്. നമ്മൾ വരുമ്പോൾ വാതിൽ തുറന്നു തരണം, അതാണ് മര്യാദ. അങ്ങനെ മഞ്ഞെല്ലാം ഞാൻ തട്ടിക്കളഞ്ഞ്. ഞാൻ നല്ല കുട്ടിയാണ്. ഞാൻ എല്ലായിടവും ഒന്നും വൃത്തികേടാക്കത്തില്ല. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ വേഷം ഇതാട്ടോ. നമുക്ക് ഇവിടെ പല യൂണിഫോംസ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള യൂണിഫോം ഇടാം. അങ്ങനെ ഇന്നത് ഇടണമെന്ന് അങ്ങനെ കമ്പൽസറി ഒന്നുമില്ല. അപ്പം നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് നമുക്ക് ഡ്യൂട്ടിക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് കയറാം. ഇനി ഇൻ കേസ് നമുക്ക് സ്വന്തമായിട്ട് സ്ക്രബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് കമ്പൽസറി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ശരി, ഡ്യൂട്ടിക്ക് പോയിട്ട് കാണാം. ഈ സമയം മറ്റൊരിടത്ത് സമയം ഏകദേശം 8:30. പാവം സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുവാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പാവത്തിന് നല്ല മഞ്ഞുണ്ട്. ആദ്യത്തെ മഞ്ഞല്ലേ, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്തോ. അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. പിന്നെ അല്ല, കണ്ടോ നല്ല അടിപൊളിയായിട്ട് വിൻഡും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി വർക്ക് പ്ലേസിലായതുകൊണ്ട് എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ അകത്താണല്ലോ, ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണല്ലോ. അപ്പോൾ ഇച്ചു പോകാൻ ഇറങ്ങിയ സമയത്താണ് ഈ നല്ല കാറ്റും നല്ല മഞ്ഞും കൂടി വന്നത്. ദേ പുള്ളി പെട്ട അവസ്ഥ. ഇനിയിപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ട്രെയിൻ കയറിയിട്ട് വേണം പോകാനായിട്ട്. എല്ലായിടവും മഞ്ഞാണ്. അപ്പം ഇനിയിപ്പം ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ക്ലീൻ ആക്കാനൊക്കെ വണ്ടി വരും എങ്കിൽ പോലും കുറച്ച് താമസിക്കും കേട്ടോ. ചില ട്രെയിനുകളൊക്കെ ചില സമയങ്ങളിൽ ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം ഒത്തിരി മഞ്ഞിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാതെ പെയ്യുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ അവരിങ്ങനെ ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുവേ. അപ്പം ഇവിടെ എല്ലാം നല്ല തോതിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പം എല്ലാ ചെടികളും ഉണങ്ങി നിൽക്കുകയാണ് ഓൾറെഡി. അതിൻ്റെ പുറത്തേക്ക് മഞ്ഞുതുള്ളിയും കൂടി വീണപ്പോഴത്തേക്ക് നല്ല ഭംഗിയിലാണ്. ആരുടെയാണോ ആ സൈക്കിൾ പാവം എടുത്ത് അകത്ത് നമ്മുടെ സ്റ്റോർ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയെന്ന് തോന്നുന്നു. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്റ്റോർ റൂമിൽ നമുക്ക് എല്ലാവർക്കും സൈക്കിൾ അവിടെ വയ്ക്കാം. ഇത് പറഞ്ഞപ്പോഴോർത്ത് എൻ്റെ സൈക്കിൾ എന്തിയാണോ എന്തോ. പതിവ് പോലെ നമ്മുടെ വേസ്റ്റ് വണ്ടി വന്നിട്ടുണ്ട്. മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും വേസ്റ്റ് എടുക്കാൻ അവർ കറക്റ്റായിട്ട് വരും കേട്ടോ. കാരണം അതെന്താണെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഓരോ സെപ്പറേറ്റ് വേസ്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം എടുക്കാൻ സെപ്പറേറ്റ് വണ്ടികളാണ് വരുന്നത്. അപ്പം ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഒരു വണ്ടി, പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ഒരു വണ്ടി, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം പാവം അത് പൊതിഞ്ഞു പോകുമോ എന്തോ. ഇല്ല, അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഈ സമയങ്ങളിലെല്ലാം നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇതിച്ചു പോകാൻ ഇറങ്ങിയ സമയത്തുള്ള വിഷ്വൽസാണ്. അപ്പം ഇച്ചു ഇതിൻ്റെ കാർഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പം നിങ്ങൾ കണ്ടോ, ആ ഫസ്റ്റ് ഡേ മഞ്ഞിൽ ഞാൻ പോയ സമയത്ത് ഇത്രയും കാര്യമായിട്ട് മഞ്ഞ് പെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ എത്രത്തോളം അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ടെന്ന് ഞാൻ പോയ സമയത്തേക്കാണെന്നുണ്ടെങ്കിൽ വെള്ളത്തുള്ളിയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് വലിയ സീനില്ലായിരുന്നു. ഇത് പക്ഷേ നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഞ്ഞായതുകൊണ്ട് നല്ല എന്താ പറയുക, നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല ഭംഗിയിൽ, പക്ഷെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ഏകദേശം തീരാറായെന്ന് തോന്നുന്നു മഞ്ഞ് പെയ്ച്ച. കാരണം അതിൻ്റെ ആ ഒരു വരവ് കണ്ടിട്ട്. പക്ഷേ ഈ പെയ്യുന്ന മഞ്ഞിന് എന്താ പറയുക എന്താ നമുക്ക് ഷേപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. നല്ല പഞ്ഞി പോലെ ഇങ്ങനെ പെയ്യുന്നേ ഉള്ളേ. അങ്ങനെ എന്തേ നമ്മുടെ മാന്തി യന്ത്രം ആ സംഭവം വന്നിട്ടുണ്ട്. അങ്ങനെ അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ഥലത്തെ എല്ലാം ക്ലീൻ ആക്കുന്ന അവർ തന്നെ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അല്ലാണ്ട് മുനിസിപ്പാലിറ്റിക്കാർ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ക്ലീൻ ആക്കുന്നത് നമ്മുടെ പൊതു
വഴികളൊക്കെയാണ്. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് സ്ലിപ്പറി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മെറ്റലൊക്കെ വിരിക്കും. മെറ്റലൊക്കെ വിരിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നടന്നു പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ പൊതഞ്ഞു പോകത്തില്ല, തെന്നിയും വീഴത്തില്ല. അപ്പം കണ്ടോ ഓരോരുത്തർ പോകുന്നത് കണ്ടോ, നല്ല പാടുണ്ട്. അപ്പം ചിലർ ഇങ്ങനെ കുട പിടിച്ചിട്ടുണ്ട്. മിക്കവാറും ഫിനിഷായിരിക്കാൻ വഴിയില്ല. ഫിനിഷാരും തന്നെ അങ്ങനെ കുട പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഏതെങ്കിലും പുറം രാജ്യക്കാരായിരിക്കും അവരെങ്ങനെ കുട പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇത്രയും മഞ്ഞ് ഇന്ന് ഇത്രയും സമയം കൊണ്ട് പെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറും കൊണ്ട് പെയ്ത മഞ്ഞാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി 6:45 പോയപ്പോഴത്തേക്കും വെള്ളത്തുള്ളിയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്, മഞ്ഞല്ലായിരുന്നു. അപ്പം അതിന് ശേഷം പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ മഞ്ഞെന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ നിന്ന് എടുത്ത വിഷ്വൽ. കണ്ടോ, ഇവിടെ ഇത്രേ ആയിട്ടുള്ളൂ. ഇവിടെ അത്ര കാഠിന്യത്തിൽ പെയ്യുന്നില്ല. നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം അടിപൊളിയായിട്ട് വെള്ള പുതച്ച് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ല മഞ്ഞ് പെയ്യുന്ന കാണാനായിട്ട്. പക്ഷെ പുറത്തിറങ്ങണമെന്നുണ്ട്, നല്ല തണുപ്പുള്ള കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചു. ചുമ്മാ എന്നാത്തിന് പനിയൊക്കെ പിടിപ്പിച്ച് ചുമ്മാ സിക്ക് ലീവൊക്കെ എടുക്കുന്ന കാര്യം എന്താ, അകത്തിരുന്നാൽ പോരെ, അതുകൊണ്ട് മാത്രം. നല്ല രസമില്ല കാണാനായിട്ട്. ഇവിടെ നമ്മുടെ എന്താണ് കാറൊക്കെ ഇടുന്ന സ്ഥലമാണ്. ഇത് നമ്മുടെ നടുമുറ്റം എന്നൊക്കെ പറയുന്ന സ്ഥലം. നമ്മുടെ ജോലി സ്ഥലത്തിൻ്റെ 4 വശത്തും ബിൽഡിംഗ് ഉണ്ട്. അപ്പം നടുക്കുള്ള സ്പേസാണ്. അപ്പം അവിടെയും ചെറിയ കമ്പി പോണൊക്കെ ഇങ്ങനെ കെട്ടുകയും അവിടെ ഇങ്ങനെ ഒരു മീൻകുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഇപ്പോൾ ഈ വിൻ്ററിൻ്റെ സമയത്ത് അതൊന്നും ഫങ്ഷനിങ് അല്ല, അതെല്ലാം നമ്മൾ പൂട്ടും. അപ്പം ഇതും നമ്മുടെ ഫുള്ള് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഫുള്ള് വീഡിയോസ് കവർ ചെയ്തെടുത്താണ്. അപ്പം തൊട്ടടുത്ത് കുറേ വീടുകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ വീടുകളെല്ലാം ശ്രദ്ധിച്ച് എല്ലാം ഒരേപോലല്ലേ. ഇവിടുത്തെ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുള്ള വീടുകളെല്ലാം ഏകദേശം ഒരേ ഷേപ്പിലുള്ള വീടുകളായിരിക്കും. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇപ്പോൾ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം 8:45 9 മണിയുടെ സമയത്താണ് ഈ മഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പെയ്യുന്നത്. അപ്പം നേരത്തെ കണ്ടത് ഇച്ച് പോകാനിറങ്ങിയപ്പോഴത്തേക്കുള്ളതാണ്. അപ്പം അവിടെ നല്ല അടിപൊളിയായിട്ട് കാഠിന്യത്തിൽ മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയൊരു മഞ്ഞ് കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു അടിപൊളി മഞ്ഞുകാലമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ വീഡിയോയിൽ മുഴുവൻ മഞ്ഞായിരിക്കും. മഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് മഞ്ഞ് കഴിഞ്ഞ് ഐസ് കട്ടയാണ് DSP ഇടുന്നത്. നല്ല ഉണ്ട ഐസ് കട്ട കണ്ട ഷേപ്പ് കണ്ടോ. ഇതിന് സ്റ്റാറോ മറ്റു വേറെ ഷേപ്പുകളോ കാര്യങ്ങളൊന്നുമില്ല, ഉണ്ട ഐസ് കട്ട. പതുക്കോ എന്നാണ് വീടുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് തലയെങ്ങാനും കിട്ടുമോ, ഇല്ലെന്ന് ചെറിയ ഐസ് കട്ട. അങ്ങനെ ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്താണ് ഈ സംഭവം. എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് കണ്ടോ, എല്ലാ വീടുകളുടെ ഷേപ്പ് ഒരേ കണക്കല്ലേ DS. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പക്ഷേ നമ്മുടെ നോർമൽ ലൈഫാണ് കേട്ടോ. ഫിൻലാൻഡിൽ മഞ്ഞ് പെയ്യുന്നത് മഞ്ഞ് പെയ്യും, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇച്ചു അങ്ങനെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. നല്ല അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ പെയ്തെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ശമനമുള്ള കാരണം ഇച്ചു അങ്ങനെ വീട്ടിലേക്ക് എത്തുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു മഞ്ഞ് വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അപ്പം മറക്കാതെ നമ്മുടെ വീഡിയോ കാണാതെ ഇരിക്കരുത്. അപ്പം നമ്മളെ ഇനി സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള നമ്മുടെ യാത്രകളിൽ. അപ്പം ഇനി എന്നാ പറയാനുള്ളത്, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും അറിയിക്കണം കേട്ടോ. ബൈ ഡിയേഴ്സ്.